സമൂസ എടുക്ക്. വേണ്ട. ആക്ച്വലി പറയൂ. ഇല്ല, പറഞ്ഞോളൂ. ഇല്ല, ഇറ്റ്സ് ഓക്കെ. താൻ പറയൂ. ഓക്കെ, ഒന്ന് എണീക്കാവോ? എത്ര പ്രാവശ്യം വേണേലും എണീക്കാം. സി, നമ്മൾ തീരെ മാച്ച് അല്ല അല്ലേ? ആണോ? എന്താ പ്രശ്നം? ഇത് കണ്ടൂടെ? അത്ര കുഴപ്പമുണ്ടോ? താനൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞ്. മോളെ എങ്ങനെയുണ്ട്? മാച്ച് അല്ല അങ്കിൾ. ബെസ്റ്റ്. അടിപൊളി. ഇനിയിപ്പോൾ മാച്ച് ആണെങ്കിലും നോ, ഐ എം നോട്ട് റെഡി ഫോർ എ മാരേജ്. എൻ്റെ പേരൻസിനാണെങ്കിൽ പറഞ്ഞിട്ട് മനസ്സിലാവുന്നുമില്ല. കുറച്ച് നാളായി പെണ്ണുകാണൽ ഡ്രാമ നടക്കാൻ തുടങ്ങിയിട്ട്. വരുന്നവരോടൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്യും എന്നെ ഇഷ്ടമായില്ല എന്ന് പറയണം. ഇയാളും അങ്ങനെ തന്നെ പറയണം, പ്ലീസ്. ഓക്കെ. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ മാല ബൾബും സ്റ്റാർസും ശ്രദ്ധിച്ചായിരുന്നോ? ബാൽക്കണിയിലെ മാല ബൾബ്? ഇലുമിനേഷൻ ലൈറ്റ്സ്. സാധാരണ ഇവിടേക്ക് വരുന്ന ആൾക്കാർക്ക് അച്ഛൻ അടയാളം വെച്ച് പറയുന്ന അതും കൂടെ ചേർത്താ. നിങ്ങളോട് പറഞ്ഞില്ല? ശ്രദ്ധിച്ചില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞാൽ അതവിടെ നിന്ന് മാറ്റുമെന്നുള്ള വാശിയില്ല അച്ഛൻ. ഒരുതരം മഹേഷിന്റെ പ്രതികാരമല്ലേ? ഇപ്പോഴാ സമാധാനമായത്. സത്യം പറഞ്ഞ എന്റെ വീട്ടുകാരുടെ പ്രഷർ കാരണം ഞാൻ ഇങ്ങനൊരു പെണ്ണ് കാണാൻ റെഡിയായത്. ഞാനൊരു കല്യാണത്തിനൊന്നും പ്രിപ്പയർഡ് അല്ല. പിന്നെ എന്റെ വീട്ടിൽ ഈ മാല ബൾബ് മെലോഡ്രാമയൊന്നും ഇല്ല കേട്ടോ. എന്താ തന്റെ ഫ്യൂച്ചർ പ്ലാൻ? ആക്ച്വലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആ ഫോട്ടോയിലെ രണ്ടുപേരും ഓസ്ട്രേലിയയിലാണ്. എനിക്കും എവിടേക്ക് പോകണം എന്നാണ്. ബട്ട് അറിഞ്ഞൂടാത്ത ബിസിനസ് ചെയ്ത് അച്ഛൻ്റെ കുറച്ചധികം കാശ് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അത് വീട്ടിനെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അല്ലെ പിന്നെ ബിസിനസ്സിന് വേണ്ടി ചെയ്യണം. എനിക്ക് ആക്ച്വലി കോൺഫിഡൻസ് ഉണ്ട്. ഓസ്ട്രേലിയൻ വിസയൊക്കെ ബട്ട് ഓൾറെഡി വന്നു. ഒറ്റമോളായതുകൊണ്ട് എന്നെ ഇവിടുന്ന് വിടുന്നില്ല. ഇമോഷണലി ഒരു I'm really sorry for the inconvenience. സോറി ഒന്നും പറയണ്ട. Anyways, it was wonderful meeting you. Wish you all the best. നേക്കുട്ടി, അങ്കിൾ പോട്ടെ. ഓക്കെ, പോയിട്ടുണ്ട് 2 ബിയർ അടിച്ച് ആഘോഷിക്കാൻ. ആദ്യത്തെ പെണ്ണുകാണലാണേ. ഈ ഡോറ് അത് ഓർത്തില്ല. പോസ്റ്റ് ഓഫ് ദി ഇന്ത്യ. അല്ല, തിരക്കില്ല എന്ന് പറഞ്ഞിട്ട്? അല്ല, ഇങ്ങനെ പോസ്റ്റ് ആവുന്ന ഓർത്തില്ല. ഫോണാണെ അമ്മയുടെ കയ്യിലും ആയിപ്പോയി. ഇതെന്താ? പോസ്റ്റ് ആവാണ്ടിരിക്കാൻ. ഓ, അച്ഛൻ്റെ കല്യാണ ആൽബമാണോ? നോക്കൂ. എന്താ ജോലി? ജോലിയൊന്നുമില്ല. ഐ മീൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ. ഡിഗ്രി? കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സപ്ലി ക്ലിയർ ചെയ്തെടുത്തൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട്. വീട്ടുകാർ ഇഞ്ചെക്ട് ചെയ്തൊരു ബ്രോയിലർ എഞ്ചിനീയർ ഉണ്ടാക്കാൻ നോക്കിയതാ, പക്ഷെ വർക്കൗട്ടായില്ല. പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? പാവങ്ങളാ. ഒരു പേരൻസ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പറയാൻ തുടങ്ങിയ ഭയങ്കര കോമഡിയാ. പറ കേക്കട്ടെ. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കൂ. ഭയങ്കര വലിയ സ്റ്റോറിയാ. നമുക്ക് മിനിമം ഒരു 1 hour ടൈം ഉണ്ട്. ഇതിനിടെ സംസാരിക്കാനാണെങ്കിൽ വേറൊന്നുമില്ല. പിന്നെ ഇക്കാലത്തൊക്കെ കേൾക്കാൻ ഒരാളെ കിട്ടാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സോ ഡോണ്ട് വേസ്റ്റ് ടൈം. പറ കേക്കട്ടെ. പറയുന്നേ. ഓക്കെ, ഒരു എക്സാമിന്റെ അന്ന് രാവിലെ ഞാൻ എൻ്റെ മുറിയിലിരുന്ന് നൈസായിട്ട് കോപ്പി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എണീറ്റില്ലേ ഇതുവരെ? രാത്രി ലേറ്റ് ആയിട്ട് അവൻ കിടന്നേ. എക്സാം ഉള്ളതല്ലേ? ഉച്ചയ്ക്ക് 2 മണിക്കാ. അവൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മണി 9 അതെ, ഏട്ടൻ വെറുതെ ടെൻഷൻ ആവണ്ട. മോളെ, നീ അച്ഛന്റെ ബാഗ് അങ്ങ് എടുത്തേ. ബിജു തുറന്നേ.
അച്ഛാ പഠിക്കായിരുന്നോ? ആ കുറച്ച് കഴിഞ്ഞു. നീ ചായ ഒന്നും കുടിച്ചില്ലേ? അത് ഞാൻ പഠിച്ചു കഴിഞ്ഞില്ല അച്ഛാ. അതുകൊണ്ട് ഇന്ന് എന്താ എക്സാം? മെഷീൻ ഡിസൈൻ. മെഷീൻ ഡിസൈൻ പഠിച്ചോ? അച്ഛാ എന്താ ഇത്? കോപ്പി അടിച്ചാൽ ജയിക്കുമെന്ന് ഉറപ്പാണോ? ആ അത് ജയിക്കുമായിരിക്കും. ആ എന്നാ ഇനി അതുകൊണ്ട് ജയിക്കാതിരിക്കണ്ട. നീ സംശയമുള്ളതൊക്കെ പറഞ്ഞോ, ഞാൻ എഴുതരാം. നീ കുറെ എഴുതി കൈ കഴിച്ചതല്ലേ, പറഞ്ഞോ, ഞാൻ എഴുതരാം. അല്ല അച്ഛാ, എടാ ഞാൻ കളിയാക്കിയതല്ല, നീ കുറെ എഴുതിയതല്ലേ. ഇനി നീ പറ, ഞാൻ എഴുതാം. മോന് സംശയമുള്ളതൊക്കെ വായിച്ചിട്ട് പറ. ദാ അച്ഛാ എനിക്ക് ഈ സബ്ജക്റ്റ് ഭയങ്കര മടുപ്പാവും. അതുകൊണ്ട് കോപ്പി അടിക്കണോ? തോക്കണമെങ്കിൽ തോക്കട്ടെടാ. നിന്നെ ഞാൻ എപ്പോഴെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇത് എഴുതി തരാമെന്ന് പറഞ്ഞെന്തിനാണെന്നറിയാമോ? ഇനി കോപ്പി അടിക്കണമെന്ന് തോന്നുമ്പോൾ നിനക്ക് ഞാൻ ഈ പറഞ്ഞത് ഓർമ്മ വരണം. നമ്മൾ കള്ളങ്ങൾ കൊണ്ട് വലിയൊരു ആനപ്പന്തൽ കെട്ടിയുണ്ടാക്കിയാലും അതിലൊരു ഉറുമ്പിന് പോലും നിൽക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല മോനെ. തെറ്റ് ചെയ്ത് വലിയൊരു തെറ്റായി പോകും നിന്റെ ജീവിതം. നീയേ എന്റെ മോന, അറിയാവുന്നത് എഴുതി വെക്കടാ. നീ ഇന്ന് ജയിക്കും. So sweet. You're so lucky to get such parents. താങ്ക് യു. ആക്ച്വലി ഞാനും അതെ. പക്ഷേ ഈ ഇമോഷണൽ ഡയലോഗ്സ് ഒക്കെ അടിച്ച് വരച്ച് വരയിൽ എത്തിച്ചാണ്. ശരിയാണ്. ബട്ട് വെയിറ്റ് അന്നത്തെ എക്സാം ക്ലിയർ ആയോ എന്നിട്ട്? ആ വാവ്, ഭയങ്കര ബ്ലെസ്സിങ് ആയി പോയല്ലോ അച്ഛൻ്റെ. സമൂസ വാങ്ങിച്ചതാണോ? അല്ല, സുധമായി ഉണ്ടാക്കിയതാ. ചെറിയ മധുരം അതിൻ്റെ ടേസ്റ്റ്. കഴിച്ചു നോക്കൂ. മധുരം ഇതിൻ്റെ ടേസ്റ്റ്. വരുന്ന പ്രപ്പോസൽസ് ഒക്കെ ഒഴിവാക്കി ഓസ്ട്രേലിയയിൽ പോകണമെന്ന് പറഞ്ഞു താനിവിടെ നിൽക്കുന്നതിൻ്റെ കാരണവും ഒരു മധുരം അല്ലേ? ഒരു ഗംഭീര അഫയറിന് അല്ലേ? ഇത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് കോമൺ സെൻസ്. എന്നെ പോലെ ഇവിടെ വന്നു പോയ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ട് താനെന്താ പഠിച്ചത്? മെഡിസിൻ, എഞ്ചിനീയറിംഗ്, CA, MBA? ഓ, ബിസിനസ് ഒക്കെ ചെയ്ത ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആണെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എല്ലാം പൊട്ടി. അച്ഛൻ 101% ഒരു ആൺകുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇടിവെട്ട് പോലെ ഞാൻ പിറന്നു വീഴുന്നത്. ഡയറക്ടർ പത്മരാജന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അച്ഛൻ. ചില സിനിമകൾക്കൊക്കെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് നിന്നിട്ടുണ്ട്. ഓ, എല്ലാം എപ്പിക് മൂവീസ് ആണല്ലോ. പണ്ടൊരു ജോത്സ്യം ഗണിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പരിപാടി ഇപ്പം നിർത്തിക്കോ അല്ലെങ്കിൽ ഇരിക്കുന്നിടം കൂടി പോകുന്നു. അച്ഛനായിട്ട് പക്ഷെ നഷ്ടമൊന്നും വരുത്തിയിട്ടില്ല. വരുത്തിയത് മൊത്തം ഞാന്. അച്ഛാ, ആ എന്തു പറ്റിയെന്ന് നേരത്തെ ആണല്ലോ. യെസ്. എടാ നമുക്കെന്നാ ഗണപതിയുടെ അമ്പലത്തിലൊന്ന് പോയിട്ട് വരാം. ഞാനത് അച്ഛനോട് അങ്ങോട്ട് പറയാതിരിക്കുമായിരുന്നു. ആഹാ, അമ്മ കേട്ടോ? കേട്ടു. മഴ പെയ്യുന്ന പോലെ ഇടയ്ക്കും പിഴയ്ക്കും വന്നു പോകേണ്ടതല്ലേ ഈ ഭക്തി. മനസ്സിലായോ? ഇത്ര ലേറ്റ് ആയിട്ടാണെങ്കിൽ എനിക്കത് മനസ്സിലായില്ല അച്ഛമ്മേ. ഇനി മുതൽ ഞാനൊരു റെഗുലർ ഭക്തനായിരിക്കും. നീ പറഞ്ഞോ അവനോട് മറ്റേ കാര്യം? ഇല്ല. എന്നാ പിന്നെ അമ്മ പറഞ്ഞു കാണും. ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്താ അച്ഛാ? മോളാ കവറിങ് എടുത്തേ. നീ പറ, എന്താ ഇപ്പൊ ഇങ്ങനെ ഭക്തി തോന്നാനുള്ള കാര്യം? അച്ഛാ, ആ 2-3 ലക്ഷം രൂപ കൊടുത്ത് കിട്ടുന്ന ഒരു ജോലിയിലേക്ക് എന്നെ ഫ്രീ ആയിട്ട് പ്ലേസ് ചെയ്യാന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ഷെഫ് എനിക്ക് വാക്കുന്നു. ഷെഫാവാനോ? അതായത് കുശിനിക്കാരൻ. അതിനാടാ ഞാൻ നിന്നെ എഞ്ചിനീയറിംഗിന് വിട്ട് പഠിപ്പിച്ചത്. അച്ഛാ, വലിയൊരു ഷെഫായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ബീച്ചിന്റെ സൈഡിൽ ഒരു ബീച്ച് റെസ്റ്റോറന്റ് തുടങ്ങാന്നുള്ള എന്റെ ഡ്രീമാണ് അച്ഛാ. നിന്റെ ഡ്രീം തോലക്കെട്ടിയാനടിക്കും ഞാൻ. അവന്റെ ഡ്രീം മനുഷ്യരുടെ നട്ടം തിരിഞ്ഞ് നിൽക്കുക. ഇവിടെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബുദ്ധിയും വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഇങ്ങോട്ട് പാടി. തിങ്കളാഴ്ച രാവിലെ ജോയിൻ ചെയ്യണം. വെയിലും മഴ ഒന്നും കൊള്ളണ്ട. AC ഓഫീസിന്റെ അകത്തിരുന്ന് കോൾ അറ്റൻഡ് ചെയ്താൽ മതി. എവിടെ? നമ്മുടെ മനശ്ശേരിയിലെ രഘുവിന്റെ കൂട്ടുകാരനില്ലേ, അവൻ നടത്തുന്ന ഒരു കോൾ സെന്ററാ. അച്ഛാ, എടാ മാസം 10-30,000 രൂപ എന്ന് പറഞ്ഞാൽ അത്രയെങ്കിലും ആയി. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഞാനൊരു കോൾ സെന്ററിൽ പോയി ജോലി ചെയ്യാൻ. എഞ്ചിനീയറിംഗ് പഠിച്ച നീ പോയിട്ട് കണ്ടവന്റെ പാത്രം കഴുകാൻ കറി വെച്ച് വിളമ്പാൻ നിൽക്കാനോടാ. അവൻ എഞ്ചിനീയറിംഗിന്റെ മഹാത്മ്യം പറയുന്നു. എന്നാ തെർമോഡൈനാമിക്സിന്റെ സ്പെല്ലിംഗ് ഒന്ന് തെറ്റാതെ പറയടാ.
ഷെഫാവാ നടക്കുന്നു, ചായക്കട തുടങ്ങുന്നു. അല്ലെങ്കിൽ ഈ പേരൻസിന്റെ സ്വഭാവമൊക്കെ ഒരുപോലെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ പോയി ആ കോൾ സെന്ററിൽ ജോലി ചെയ്യേണ്ടി വന്നു. അവിടെ നിന്ന് എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടി. അവളായിരുന്നു ആകെ ഉണ്ടായിരുന്ന റിലീഫ്. ഒരു ടിപ്പിക്കൽ അമ്പലവാസി ടൈപ്പ് ഓഫ് ഗേൾ. ഒരു ടിപ്പിക്കൽ അമ്പലവാസി ടൈപ്പ് ഓഫ് ഗേൾ. അരുന്ധതി റോയുടെ ബുക്കിന്റെ ടൈറ്റിൽ പോലെയുണ്ട്. ഹാ, അങ്ങനെ ഗേൾ ഫ്രണ്ടായി. എന്നിട്ട് അമ്മ ഞാൻ അന്വേഷിച്ചു പറഞ്ഞു. ആരന്വേഷിച്ചു എന്ന് പറയണം. ഓ ബെസ്റ്റ്. താൻ പക്ഷെ 3 ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ മറന്നുല്ലേ? അമ്മയുടെയും ചെറിയമ്മയുടെയും കൂടെ അമ്പലങ്ങളൊക്കെ തൊഴിലാണ് മെയിൻ പരിപാടി. സോ നോ റെസ്റ്റ്. എന്നെ വിളിക്കണം കേട്ടോ. അമ്പലത്തിനകത്തല്ലാതെ വേറെ എവിടെയാണെങ്കിലും ഞാൻ ഫോൺ എടുക്കും. വിളിക്കോ? പിന്നെ വിളിക്കാതെ. എന്താ എന്റെ നമ്പർ എന്ന് പറഞ്ഞ്? നമ്പർ ഞാൻ സ്ഥിരം വിളിക്കുന്ന നമ്പറല്ലേ? അപ്പൊ ഫോൺ എങ്ങാനും കളഞ്ഞു പോയാ എന്നെ വിളിക്കില്ല അല്ലേ? അടുപ്പുള്ളവരുടെ ഫോൺ നമ്പറെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചുകൂടെ വിജയ്? എന്നാ പോട്ടെ. 9207 92070 6622 6622 ഒന്നൂടെ 92070 6622 ഓക്കെ. പോട്ടെ. ഏയ് രേഷു, ഒരു മിനിറ്റ്. ശമ്പളം കിട്ടാൻ ലേറ്റ് ആവുന്നല്ലേ പറഞ്ഞേ? ഇത് വെച്ചു. അത് വേണ്ട വിജയ്. എടോ, താൻ പോയി തന്റെ അമ്മയുടെയും ചെറിയമ്മയുടെയും കൂടെ ഒക്കെ അടിച്ച് പൊളിക്ക്. അവർക്കൊരു സർപ്രൈസ് ഒക്കെ കൊടുക്ക്. അപ്പോ 3 ദിവസത്തേക്ക് എന്നെ ഓർക്കാൻ ഇത് വെച്ചോ. താൻ വരുന്നവരെ തന്നെ ഓർക്കാൻ ഇതിങ്ങനെ കഴുത്തിലിട്ട് എന്റെ നെഞ്ചിലും ഇങ്ങനെ ചേർത്തു. അപ്പോ 92070 92070 6622 പോട്ടെ. ലവ് യു. 92070 6622 എന്ത് ടൈപ്പ് കോൾ സെന്റർ ആയിരുന്നു അത്? ഇന്ത്യയിലും എബ്രോഡും താമസിക്കാൻ ഹോട്ടൽസ് ബുക്ക് ചെയ്യാം. നല്ല ബെസ്റ്റ് റേറ്റ് കിട്ടും. അങ്ങനത്തെ ഒരു എന്നിട്ട് സർ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല, അതുകൊണ്ടാണ് അഡ്വാൻസ് സാലറി ചോദിക്കുന്നത്. എടോ, പോരും സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യേ. ഇൻസ്പെക്ഷൻ ഉണ്ട്, അവരിപ്പോ ഇങ്ങ് വരും. പ്ലീസ് ഡോണ്ട് കമ്പൽ മീ ടു ഡു എനിത്തിങ് ബാഡ്, ഓക്കെ? എന്താ? ഇതാ അടുത്ത ബിൽഡിങ്ങിലെ കുട്ടിയല്ലേ? താലികെട്ടൊക്കെ കഴിഞ്ഞോ? ഇറ്റ്സ് മൈ ഹെഡ്. ഓക്കെ. അന്ന് എനിക്കൊരു നൈസ് ഫോൺ കോൾ വന്നു. അതെന്റെ കാര്യങ്ങളൊക്കെ മാറ്റി മറിച്ചു. ഹലോ, നമസ്കാരം. ഹലോ, എൻ്റെ പേര് ജെറി എന്നാണ്. താങ്കളുടെ പേര് പറഞ്ഞതിൽ നന്ദി. ഹോളിഡേസ് ഫോറിയിലേക്ക് സ്വാഗതം. സർ, എങ്ങനെയാണ് സർ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും? എനിക്ക് ക്വൈറ്റ് ആയിട്ട് താമസിക്കാൻ തേക്കടിയിലോ മൂന്നാറോ ഒരു റൂം വേണമായിരുന്നു. ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും സാരമില്ല. ഫൈൻഡ് ഔട്ട്. തീർച്ചയായിട്ടും സർ. സർ ഫാമിലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്? അതെ, ഞാൻ ഫാമിലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ 3 റിസോർട്ടുകളുടെ ഡീറ്റെയിൽസ് സാറിന്റെ നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യാം. ദയവായി സാറിന്റെ ഫോൺ നമ്പർ ഒന്ന് പറയൂ. സോറി, എൻ്റെ നമ്പർ റിവീൽ ചെയ്യാൻ പറ്റില്ല. എൻ്റെ വൈഫിൻ്റെ നമ്പർ തരാം. 92070 6622 കറക്റ്റാണ്. 92070 6622 കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. ഇതെങ്ങനെ മനസ്സിലായി? 92070 6622 അതെ അതെ, നമ്പർ കറക്റ്റാണ്. കൺഫേം ചെയ്തിരിക്കും. ഇത് രേഷ്മയുടെ നമ്പറില്ലേ? രേഷ്മ എങ്ങനെ അറിയാം? രേഷ്മ തന്നെ ആരാന്ന് പറഞ്ഞേ? താനോ? നീ ആരുടെ കോപ്പെ താനെന്ന് വിളിക്കാൻ? രേഷ്മ എങ്ങനെ അറിയാന്ന് പറ. നിനക്ക് ഞാൻ ആരാന്നറിയോ? രേഷ്മ തന്റെ ആരാണെന്നാ പറഞ്ഞേ? അവൾ എന്റെ വൈഫാണോ ഗേൾ ഫ്രണ്ട് ആണോ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ബ്ലഡി ഇഡിയറ്റ്. എടാ, അവൾ തന്റെ അടുത്ത് നിൽക്കണ്ടോ ഇപ്പോ? ഉണ്ടെങ്കിൽ നീ അവളുടെ ഫോൺ കൊടുക്കണം. എന്താ? അവളുടെ ഫോൺ കൊടുക്കണം. എനിക്ക് അവളോട് സംസാരിക്കണം. എടാ, തന്നോട് കൊടുക്കാനാ പറഞ്ഞു. അവളുടെ ഫോൺ കൊടുക്കണം. ഹലോ വിജയ്. എടി പന്നെ. You just relax. ഞാൻ manage ചെയ്യാം. ഒരു പെണ്ണിനെ വിശ്വസിക്കരുത് എല്ലാവരും എന്നോട് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. പ്രേമത്തിൻ ഉള്ളിൽ തൊട്ടാൽ അങ്ങനെയാ. ഇപ്പൊ മനസ്സിലായില്ല എന്നെ എവിടെ കണ്ടെന്ന്? ആക്ച്വലി നരേഷാണ് എനിക്ക് വീഡിയോ കാണിച്ചു തരുന്നത്. ഞങ്ങൾ തമ്മിൽ വലിയൊരു പ്ലാനിനെ പറ്റി സംസാരിച്ച് തുടങ്ങുന്ന തന്നെ ഈ വീഡിയോയെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. ഇതിനെയാണ് ഇടിവെട്ടിവന് പാമ്പ് കടിക്കുക എന്ന് പറയുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് അവന്റെ ജോലിയും പോയി, അവന്റെ ഗേൾ ഫ്രണ്ടും പോയി. ഈ ബഹിരാകാശത്ത് എന്താ നടക്കുന്നത് നമുക്ക് ഇവിടെ ഇരുന്ന് മനസ്സിലാക്കാം, പക്ഷെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ എന്താ നടക്കുന്നതെന്ന് തൊട്ടടുത്തിരുന്നാൽ പോലും മനസ്സിലാക്കാൻ പറ്റില്ല. എടോ, ഫിലോസഫി നിർത്ത്. ദൈവത്തെ ഓർത്ത് തന്റെ ആ ബിസിനസ് പ്ലാൻ ഒന്ന് പറയാവോ? റെസ്റ്റോറന്റ്? അയ്യോ മാഡ്, ഇനി ഈ ടൗണിൽ റെസ്റ്റോറന്റ്? ഞാൻ വിചാരിച്ചു താൻ പറയാൻ പോകുന്ന എന്തെങ്കിലും സംതിങ് ന്യൂ ഇന്നോവേറ്റീവ് ഐഡിയ ആയിരിക്കുമെന്ന്. ഏയ് പിങ്കി, പറയുന്നത് മൊത്തം കേട്ടിട്ട് ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും ഒരു പാർട്ട്ണറിന് വേണ്ട ആദ്യത്തെ ക്വാളിറ്റി. സോറി, പറ താൻ ഐഡിയ പറ. ഫുഡ് ട്രക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഈ ഡൽഹിയിലും മുംബൈയിലൊക്കെ ഉള്ള പോലത്തെ ഘനഗാഡി, ഫുഡ് ഗാഡി.
റെസ്റ്റോറന്റ് ഓൺ വീൽസ്. എക്സാക്ട്ലി. പക്ഷെ നമ്മൾ വേറെ ഒരു തട്ടുകട സെറ്റപ്പ് അല്ല. 4 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന അതേ ഫുഡ് ക്വാളിറ്റി നമ്മളും പ്രൊവൈഡ് ചെയ്യും. തീരെ തിരക്കില്ലാത്തൊരിടത്ത് സെറ്റ് ചെയ്യാം. വർക്കിംഗ് ടൈംസ് ഒരു 7 PM to 12 AM. പതിയെ പതിയെ ആൾക്കാർ നമ്മുടെ ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങി നമ്മളിലേക്ക് വരണം. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ്. ഫുഡ് പക്ഷെ എങ്ങനെയെങ്കിലും സെർവ് ചെയ്താൽ പോരാ, അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ ഇമ്പോർട്ടൻ്റ് ആണ്. AR റഹ്മാന്റെ സോങ്സോ അല്ലെങ്കിൽ മെലോഡിയസ് ആയിട്ടുള്ള ഏതൊരു പാട്ടും വളരെ പതിയെ നമ്മൾ പ്ലേ ചെയ്യും. പാടേണ്ടവർക്ക് നൈസായിട്ട് പാടാം. വയലിനോ ഗിറ്റാറോ ഒക്കെ കൊണ്ടുവരുന്നവർക്ക് അതും വായിക്കാം. മീഡിയ സപ്പോർട്ട് നന്നായിട്ടുണ്ടാവും. യങ്സ്റ്റേഴ്സും റൈഡേഴ്സും ഒക്കെ സപ്പോർട്ടിനുണ്ടാവും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഈ കോൺസെപ്റ്റ് നമുക്കൊരു പേരുണ്ടാക്കി തരും സാധാരണക്കാർക്കിടയിൽ. ഹായ്. ഹായ്. പൂജ ഇവിടെ വെയിറ്റിംഗ് ആണോ? അവള് കുറച്ചു നേരം എത്തിയിട്ട്. Hey bro. Hi guys, are you ready? Yep. 2 minutes. Okay. എന്താടാ ഇത്? ഇവിടെ ബാംഗ്ലൂർക്ക് ഇവിടുന്ന് ജസ്റ്റ് ഫ്യൂ അവേഴ്സ് റൈഡേ ഉള്ളൂ. 2 weeks കഴിഞ്ഞ് തൻ്റെ ബർത്ത്ഡേ ഇടന്ന് ഞാൻ വരും. നമുക്ക് ലഞ്ച് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ? ഡാഡിയോട് നമ്മുടെ ബിസിനസ് കാര്യം പറഞ്ഞ് കാശ് വാങ്ങിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മുടെ കാര്യത്തിലൊരു നെക്സ്റ്റ് സ്റ്റെപ്പ്, ഐ മീൻ എൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്നൊരു ജസ്റ്റ് ഒരു ഓക്കെ ഫോർ എ നെയിം ചെക്ക്. ഇതെന്താ? പേരൻസിനാ. ഓ. Hey Naresh. Let's move on. ഓക്കെ ഓക്കെ പോവാം. വീണ്ടും വീണ്ടും കാണാനേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിരിയുന്നത് നല്ലതാ. പോയിക്കോട്ടെ. കുഴപ്പമില്ലല്ലേ? കുഴപ്പമുണ്ടെങ്കിൽ ഞാനിത് വേണു സാറിന് വിൽക്കൂ. എന്നാ സെയിലേറ്റർ ഒപ്പിടാം. മുകളിലേക്ക് ആ പ്ലീസ് ഒപ്പിട്ടിട്ട് കേറിയിരുന്നോ? ഹലോ. 3-4 ദിവസമായി കിട്ടുന്നേ ഇല്ലല്ലോ. നല്ല ബിസിയല്ലേ? നോ പ്രോബ്ലം, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഞാനിപ്പോൾ ഒരു ഹോട്ട് സീറ്റിലായിരിക്കുന്നത്. ഹോട്ട് സീറ്റ്? ആ, അത് പാർട്ട്ണറിനോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. നരേഷ്, ഒരു സർപ്രൈസ് ഉണ്ട്. ചുമ്മാ പിങ്കി, താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? I didn't get you. എന്ത് സൗണ്ട് വല്ലാണ്ടിരിക്കുന്നേ? വീട്ടിലെന്തെങ്കിലും? Hey, nothing. ഹേ നരേഷ്, ഒന്നിനെ കുറിച്ചും ടെൻഷൻ അടിക്കുകയോ വേണ്ട. കോൺഫിഡൻ്റ് ആയിട്ട് കൂടെ ഉണ്ടായിരുന്നാൽ മതി. പൂജ എന്താ ഇടയ്ക്ക് പറഞ്ഞത്? എന്തോ സർപ്രൈസോ? അത് അവൾ ചുമ്മാ ബർത്ത്ഡേയുടെ കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്തതാ. ഓക്കെ. ഇനി ജസ്റ്റ് 5 days ഉള്ളൂ. ലഞ്ച് വിത്ത് മീ പ്രോമിസ് ചെയ്തതാ. ഹലോ, എന്തു പറ്റി? ഞാനാ പറയുന്നത്, ബിസിനസിനെ കുറിച്ചാണെങ്കിൽ വരീഡ് ആവണ്ട. 100% വർക്കൗട്ട് ആവും. ഓക്കെ? ഡബിൾ ഓക്കെ ഇല്ലേ? എന്ത് വർക്കൗട്ട് ആവാതിരിക്കാൻ? ആക്ച്വലി നിങ്ങളുടെ ബിസിനസ് പ്ലാൻ വളരെ യുണീക്കാണ്. ഞാൻ പറഞ്ഞ ആലോചിക്കായിരുന്നു, ഈ ഫ്ലൈറ്റിലേക്ക് ഏറ്റവും എക്സ്പെൻസീവ് സീറ്റ്സിന് എഞ്ചിനീയർ ക്ലാസ്ന്നോ ഡോക്ടർ ക്ലാസ്ന്നോ ഒന്നും പറയാതെ ബിസിനസ് ക്ലാസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ബിസിനസ് അതിലെ കാശുള്ളൂ. ഹേ കം ഓൺ. എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? ബിസിനസ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ കാശ് ഉണ്ടാക്കാൻ ഒരു ഗംഭീര പ്ലാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്ത്? ആ ബ്ലഡി ഇഡിയറ്റിനെ വീണ്ടും കണ്ടുപിട്ടിയ ദിവസം. മറ്റേ ആ തെണ്ടി ക്ലീറ്റസ് എൻ്റെ ആ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടില്ലേ, ആ പറമാറി. അടിക്കരുത് ദേവി, ദാമ്മയുടെ മുമ്പിൽ എന്നെ നാട്ടിക്കരുത് പ്ലീസ്. What happened? നോട്ട് ഹാപ്പൻ. ആള് മാറി. ഐ മീൻ ഹി ചേഞ്ച് ദ പേഴ്സൺ. യു സിറ്റ് ഇൻ ദ ചെയർ. Okay. നാട്ടിക്കരുത്. തെണ്ടി തരവാ, കൂടെ തരവാ ഞാൻ നിന്നോട് ചെയ്തു. വിജയ്, ഇവന് ഇടിക്കാണ്ട് ഇവിടുന്ന് വിടരുത്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇടിക്കും. ഉറപ്പാണ്? സംശയമുണ്ടോ? ഓഹോ, അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി നിർത്തി അടിക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? നീ എന്തുടക്കീടോടാ? ആണല്ലേ. ഞാൻ ആ കോൾ സെന്ററിലെ വെറും ഒരു പ്യൂണല്ലായിരുന്നു. വെറുതെ ഒരു തമാശയ്ക്ക് ഇവൻ്റെ ആ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടു. 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വന്നു, 10,000 രൂപയുടെ ചെക്ക് ഉണ്ട്, വന്ന് വാങ്ങാൻ. ചെക്കോ? ആ, എന്തിനു? വീഡിയോ കയറി അങ്ങ് വൈറലായില്ലേ. കാണുന്ന ഓരോ വ്യൂവിനും ലൈക്കിനും ഷെയറിനും അപ്ലോഡ് ചെയ്യുന്ന ആൾക്ക് കാശ് തരുന്ന വിചിത്രമായ ഏർപ്പാട് യൂട്യൂബിനുണ്ടെന്ന് അന്നാ ഞാൻ അറിഞ്ഞ്. ചെക്ക് വാങ്ങാൻ ചെന്ന് ഈ മദാമയെ ഞാൻ പരിചയപ്പെട്ടു. അവരെനിക്ക് യൂട്യൂബിൽ ജോലി തന്നു. അങ്ങനെ ഞാൻ യൂട്യൂബ് ക്ലീറ്റസായി. ഇതാണ് എൻ്റെ ജീവിതം.
ഇപ്പൊ ഞങ്ങൾ നിന്നെ തല്ലാവിട്ട നീ എന്ത് തരും? കോമ്പൻസേഷൻ ക്യാഷ്. ഹിയർ വി ഗോ. ഇതാണ് എൻ്റെ കോൺടാക്ട്. ലൊക്കേഷൻ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. കോമ്പൻസേഷൻ വഴി ഞാൻ എത്തിയിരിക്കും. പിന്നെ എന്ത് കിട്ടും? പിന്നെ സോഷ്യൽ മീഡിയ വഴി കാശുണ്ടാക്കാൻ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് വഴികളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. എങ്ങനെ? ആക്ഷൻ. ലുങ്കി ഉടുത്തു വാ കിറ്റെക്സ്, ലുങ്കി ഉടുത്തു വാ. നിങ്ങൾ കൊള്ളാലോ. എന്തുവാടേ? വിശ്വസിക്കാം. 25,000 രൂപ ഞാൻ പറഞ്ഞ കോമ്പൻസേഷൻ. വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ എൻ്റെ വയറ്റിപ്പഴപ്പം. ചുമ്മാ പ്രാങ്ക് വീഡിയോസ് ഉണ്ടാക്കുന്നു, യൂട്യൂബിൽ എൻ്റെ ഹോൾഡ് ഉപയോഗിച്ച് ഹിറ്റാക്കി ക്യാഷ് അടിക്കും. ഇമാതിരി പൈസ കിട്ടാൻ പരിപാടിയാണ് ഞങ്ങളെ കൂടി പഠിപ്പിച്ച ക്ലീറ്റസേ. എടാ പ്രാങ്ക് വീഡിയോസ് പറഞ്ഞ ഒരുമാതിരി ആളുകളെ പറ്റിച്ച് അലമ്പ് പരിപാടിയാണ്. പക്ഷേ ആൾക്കാരുടെ സഹകരണത്തോടെ ചെയ്ത അങ്ങനല്ലേ. കണ്ടോ? 80 ലക്ഷം വ്യൂസാ. നമുക്കിത് ചെയ്യാം. ഈ ക്ലീറ്റസ് ചിലപ്പോൾ ഒരു ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് ആണെങ്കിലോ ആവാം. കാശ് കിട്ടുമെങ്കിലും ഒന്നുമില്ല, നമ്മൾ ഈ പ്രാങ്ക് വീഡിയോ ചെയ്യുന്നു അല്ലെ? ചെയ്യുന്നു, ഉറപ്പായിട്ടും ചെയ്യും. എങ്കിൽ ഐശ്വര്യമായിട്ട് നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ തുടങ്ങുന്നു. അപ്പോ എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ല. 5 മിനിറ്റ് എല്ലാരും ഞാൻ കൊടുത്ത് അഭിനയിച്ച് തകർത്തന്നാ മതി. അവൻ ആള് പുലിയാണ്. അടിക്കണേന്റെ വക്ക് വരെ എല്ലാവർക്കും എത്താം. പക്ഷെ ദൈവത്തോർത്ത് ആരും അടിക്കരുത്. അടിച്ചാലാ അടിച്ചാ പരിപാടി വിജയിച്ചു. പക്ഷെ അടിക്കരുത്. ക്യാമറ അപ്പിട്ടുണ്ട്. കണ്ടോ? ഫ്രണ്ട്സാ, ഞാൻ പറയാതെ ആരും ക്യാമറയിലേക്ക് നോക്കാം. ബസ് വരുന്നതിന് മുമ്പ് പരിപാടി അവസാനിപ്പിച്ചോളണം കേട്ടോ. പിന്നെ ഏരിയല്ല ഒരു ഇന്റർനാഷണൽ ചാനൽ സിമ്പിൾ ആയിട്ട്. അപ്പൊ ശരി. ഇത് വേണ്ട, ഇത് വേണ്ട. അയ്യോ കന്നഡ വരില്ല. ഇത് ആൾക്കാരെ കണ്ടല്ലേ ഒരു രസത്തിന് ഭംഗി. നെയ്മർ ആക്കരുത്, നാച്ചുറൽ ആയിരിക്കും. അപ്പം ഓൾ ദി ബെസ്റ്റ്. ചത്തോണം. ഉഷാറായിക്കോളും. ഒറിജിനൽ പെട്രോൾ ആണോ? പെട്രോൾ കാര്യം വെച്ച് കത്തിക്ക് കേട്ടോ. കളർ കണ്ടിട്ടാ. പച്ചവെള്ളം മറന്നു. ശരി. എന്തായി? എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഷൂട്ട് ചെയ്താൽ മാത്രം മതി. പൊള്ളിക്കത്. നിങ്ങളാരും അഭിനയം മറക്കരുതട്ടോ. ഭയങ്കര നാച്ചുറൽ ആയതുകൊണ്ട്. ബ്യൂട്ടിഫുൾ ഫ്രെയിം. 2 ചേച്ചിമാര് വരുന്നുണ്ടോ? ആ 2 ചേച്ചിമാര് വന്നിട്ട് എല്ലാരും കൂടി എന്നെ ഇവിടെ നിന്ന് കെട്ടിപ്പിടിച്ചോ. പല ഡേറ്റ് കെട്ടിപ്പിടിക്കും. കത്തിക്കലേ കത്തിക്കലേ എന്ന് പറഞ്ഞോട്ടാ. അതാരാണത്? തകർക്കാണല്ലോ. എന്താ നമ്പർ ഡയലോഗടാ. ഇതിൽ ഞാനായിരുന്നു. കത്തിക്കാനോ? ചേച്ചി തോപ്പം പിടിക്കലോ വഴിയതാ. എവിടേക്കാ? 2 ഹെൽമെറ്റ് വന്നു. ഇതേതാ സ്ക്രിപ്റ്റിലില്ലാത്ത 2 പേര്. ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ആണ് ചേച്ചി? ചേച്ചി പേടിക്കൊന്നും വേണ്ട. ചേച്ചിയുടെ മാലൊന്നും ഏടി പോയിട്ടില്ല. ഇതൊരു TV പരിപാടിയാണ്. നോക്കിയ ക്യാമറ കണ്ടു. അടിപൊളി. എന്റെ കഴുത്ത് നേരിട്ട് വയ്യ, പൊട്ടിട്ടുണ്ടെന്നാ തോന്നണേ. അവന്റെ അമ്മയുടെ TV എന്റെ മാല നടും. ഉജ്ജ്വലമായിരിക്കും. പണികളെല്ലാം വെറുങ്ങനെയായി, സ്വപ്നങ്ങളെല്ലാം പെരുവഴിയായി. ആ കാശങ്ങ് കൊടുത്ത് വല്ല അന്തസ്സുള്ള പണിയെടുത്ത് ജീവിക്കാൻ നോക്കണം. വെറുതെ നാട്ടുകാരെ പറ്റിച്ച്. എന്നാ പിന്നെ ഞങ്ങളങ്ങ് ഓക്കെ. വിജയ് അവിടെ നിന്നേ. തൽക്കാലം ഞാനിത് ചന്ദ്രനോട് പറയുന്നില്ല. വീട്ടിലെ കടം വീട്ടാനാണ് നീ ചെയ്യുന്നെങ്കിലേ അതിന് നാട്ടുകാരെ പറ്റിക്കല്ല വേണ്ടത്. ഞങ്ങൾ കാരണവന്മാർ പറയണ കേൾക്കണം. നല്ല കാശുള്ള വീട്ടിലൊരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരും. ഇനി എതിർപ്പെങ്ങാനും പറഞ്ഞാൽ നിന്റെ കളിതമാശയല്ല ജീവിതം, അതോർത്തു. അപ്പൊ സ്ത്രീധനത്തിന് വേണ്ടിയിട്ടാണ്. താല്പര്യം ഉണ്ടായിട്ടല്ലോ, പക്ഷെ ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ ആയി പോയതുകൊണ്ട്. എടോ, ഞാനൊക്കെ എന്തെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ പോലും ഒരൊറ്റ രൂപ സ്ത്രീധനം കൊടുക്കില്ല. എന്നിട്ടാണോ തന്റെ അച്ഛൻ 75 ലക്ഷം 1 കോടിയൊക്കെ ഓഫർ ചെയ്ത്? എന്റെ അച്ഛനോ? ആ. 1 കോടിയോ? ആ, നടന്നത് തന്നെ. അടുത്ത റൗണ്ട് വന്നല്ലോ. അതെടുത്തോളൂ. വിജയ് ഹായ് ആന്റി. ആന്റി അല്ല ചേച്ചി. അവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. പിങ്കി, ഗണേഷിന് ഇപ്പൊ വരൂട്ടോ. ഓക്കെ ഓക്കെ.
ആ എന്നാ ആരാ ശരി. ഗണേശൻ? കാർപ്പൻറ്ററേ ഓ ഡോർ തുറക്കണ്ടേ? ഓക്കെ. ആളുടെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മൾ ആ കഥ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. തൻ്റെ ബർത്ത്ഡേക്ക് വരാന്ന് പറഞ്ഞ ആളുടെ എന്തായി നിങ്ങളുടെ ബിസിനസ്? നരേഷിന് എന്നൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഞാൻ പേരൻസിനെയും കൂടെ കൂട്ടി. നമ്മളിവിടെ വരുന്ന സമയത്ത് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമായി. ഇറ്റ്സ് ഓൾറെഡി 4 o'clock now. വരുന്നില്ലെങ്കിൽ അവനൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഇപ്പം സ്വിച്ച് ഓഫാ. ഡു യു സ്റ്റിൽ തിങ്ക് ദാറ്റ് ഹീസ് ഗോണ കീപ് ഹിസ് വേർഡ്? ഡു യു വാണ്ട് us to wait till the evening? പറയ്. We can. ഇന്നും കൂടെ നീ പറയുന്നത് ഞങ്ങൾ കേൾക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം. What kind of a sadist is he? ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ്. ഇനി ബിസിനസിന്റെ പേരും പറഞ്ഞ് നിന്റെ ഇന്ന് കാശ് വല്ലതും അവൻ മേടിച്ചിട്ടുണ്ടോ? He's online now. ನೀವು ಕರೆ ಮಾಡಿದ ಚಂದಾದಾರರು ಸ್ವಿಚ್ ಆಫ್ ಮಾಡಿದ್ದಾರೆ. ದಯವಿಟ್ಟು ಸ್ವಲ್ಪ ಸಮಯದ